families, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാനിത് ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ആവിച്ചെമ്പിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ആവിച്ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ഇതാ ഇങ്ങനെ കിട്ടാൻ പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് സമയം മതി കേട്ടോ ക്യാരറ്റ് വേവാനായിട്ട്. നമുക്കിനി ഇതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതാ ഒരു ബ്ലെൻഡറിലേക്ക് നമ്മൾ വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചു കൊടുക്കാം. അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി അരച്ചെടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്ലെയിം മീഡിയമായിട്ട് വെക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഞാൻ ക്യാരറ്റ് അരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഒഴിച്ച് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പ്യൂരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ നമ്മൾ റെഡിയാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ഹെൽത്തിയാണ്. അതാ നമ്മുടെ പ്യൂരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ബൗൾ അരി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് അരി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായ അരി പൗഡർ മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊരു ഡോ പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അരി പൗഡർ ചേർത്തെടുക്കാൻ. ഇച്ചിരിയും കൂടെ അരി പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയമായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പ്യൂരിയും അതുപോലെ തന്നെ റൈസ് ഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ആകും വരയ്ക്കും നമ്മൾ തവി കൊണ്ട് ഇടവിടാണ്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ഡോ ഒക്കെ ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ എല്ലാ മാവും ഇതേപോലെ കുഞ്ഞുരുളകളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പാനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ 1-ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങാപ്പാലിലേക്ക് 2 ബൗൾ വെള്ളം ഞാനിവിടെ ആഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 4 ഏലക്ക അതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിലേക്ക് 2 ബൗൾ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ, ചെറിയ ചെറിയ ബോളുകൾ നമുക്ക് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോളുകളൊക്കെ നന്നായിട്ട് തിളച്ച് ഒട്ടിപ്പിടിക്കാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ബൗൾ ഷുഗർ, ഈ തേങ്ങാപ്പാലിലേക്ക് ആവശ്യമായ ഷുഗറാണ് കേട്ടോ ഇതുപോലെ പൊടിച്ച് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിന് പകരം നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാര ഇതേപോലെ പൊടിച്ചുപയോഗിക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് അലിഞ്ഞു ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചുപയോഗിക്കുന്നത് കേട്ടോ. മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും റൈസ് ഫ്ലോറൊക്കെ ചേർന്നിട്ടുള്ള ബോളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം കുറച്ചും കൂടെ അത് തിക്കാകും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.